ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാർമ കോർണർ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ചാണ്. സിംറ്റംസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്. സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാർക്കിൻസൺസ് ഡിസീസിന് കാരണം നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പാത്തോഫിസിയോളജി. നമ്മുടെ ബ്രെയിനിൽ മൂവ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ന്യൂറോൺസ് ലൊക്കേറ്റ് ചെയ്യുന്ന പാർട്ടാണ് സ്ട്രൈറ്റ്. ന്യൂറോൺസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ എ പാർട്ട് ഓഫ് ബ്രെയിൻ നോൺ ആസ് സ്ട്രൈറ്റ് വിച്ച് റിസീവ് ഇൻഫർമേഷൻ ഫ്രം ടു മേജർ സോഴ്സസ്. അപ്പോൾ നമ്മുടെ ഈ ബ്രെയിനിലെ സ്ട്രൈറ്റം എന്ന് പറഞ്ഞ പോർഷൻ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് സോഴ്സിൽ നിന്നാണ്: നിയോ കോർട്ടെക്സ് ആൻഡ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. Cortex realizes the sensory information for future action. കോർട്ടെക്സ് സെൻസറി ഇൻഫോർമേഷൻസിനെ റിയലൈസ് ചെയ്യുന്നു, നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേസമയം സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആണെങ്കിലോ ഡോപ്പമിനെ സെൻസ് ചെയ്യുന്നു. ദേ സെൻസ് ഡോപ്പമിൻ ആൻഡ് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ഓൾ ഓഫ് ദ ഇൻപുട്ട്. ഇനിയുള്ള കാര്യം കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. Now, the Parkinson's disease develops when the neurons connecting the substantia nigra to the striatum progressively degenerate. അപ്പോൾ നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യുന്നതാണ് കാരണം. ഏത് ന്യൂറോൺസ് ആണ്? ന്യൂറോൺസ് ദാറ്റ് ആർ കണക്റ്റിംഗ് ദ സബ്സ്റ്റാൻഷ്യ നൈഗ്ര ടു ദ സ്ട്രൈറ്റം. ഇപ്പോൾ ഇവിടുത്തെ രണ്ട് സോഴ്സാണ് കോർട്ടെക്സും സബ്സ്റ്റാൻഷ്യ നൈഗ്രയും അല്ലേ. ഈ കോർട്ടെക്സും സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ത് ചെയ്യുന്നു? ദ ആക്ട് ആസ് എ സോഴ്സ് ടു ദ സ്ട്രൈറ്റം. അപ്പോൾ ഇവിടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയും സ്ട്രൈറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് പാർക്കിൻസൺസ് ഡിസീസിന് മെയിൻ റീസൺ. ന്യൂറോൺസ് ഡീജനറേറ്റ് ചെയ്യുന്നത് എന്തിന് കാരണമാകുന്നു? റിഡക്ഷൻ ഓഫ് ഡോപ്പമിൻ ഇൻ ദ കോർപ്പസ് സ്ട്രൈറ്റത്തിന് കാരണമാകുന്നു. Reduction of dopamine in corpus striatum affects the balance between two neurotransmitters, acetylcholine and dopamine. അപ്പോൾ ഡോപ്പമിൻ ആവശ്യത്തിന് സ്ട്രൈറ്റത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ബാലൻസ് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു അല്ലേ. ഒന്ന് അസറ്റൈൽകോളിനും മറ്റൊന്ന് ഡോപ്പമിന്. അതായത് ആവശ്യത്തിനുള്ള ഡോപ്പമിൻ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ആരുടെ അളവാണ് അവിടെ കൂടുന്നത്? അസറ്റൈൽകോളിൻ്റെ അല്ലേ. അപ്പോൾ എക്സസ് ഓഫ് അസറ്റൈൽകോളിൻ കാരണം എന്ത് സംഭവിക്കും? മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് സംഭവിക്കും. എക്സസ് ഓഫ് അസറ്റൈൽകോളിൻ, ദ എക്സസ് എക്സൈറ്റേഷൻ കോസ്ഡ് ബൈ കോളിനർജിക് ആക്ടിവിറ്റി ക്രിയേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഡിസോർഡർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റൈൽകോളിൻ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നും ഡോപ്പമിൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ. ഗാബ ഈസ് ഓൾസോ ആൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അസറ്റൈൽകോളിനും ഡോപ്പമിനുമാണ് ഗാബ റിലീസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഗാബ ഈസ് കൺട്രോൾഡ് ബൈ അസറ്റൈൽകോളിൻ ആൻഡ് ഡോപ്പമിൻ. ടു ലിറ്റിൽ ഗാമ റിസൾട്ട് ഇൻ മോർ ഗാബ കോസിങ് ഇൻക്രീസ്ഡ് ഇൻഹിബിഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡോപ്പമിനും ഗാബയും ഒക്കെ തന്നെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഗാബ റിലീസ് ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ഇൻഹിബിറ്ററി ആക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഡോപ്പമിൻ്റെ അളവ് കുറയും തോറും അസറ്റൈൽകോളിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽകോളിൻ ഈസ് ഇൻക്രീസ്ഡ് വിച്ച് ട്രിഗർ എ ചെയിൻ ഓഫ് അബ്നോർമൽ സിഗ്നൽ leading to impaired mobility. Automatically, the imbalance between inhibitory and excitatory activities leads to the activation of Parkinson's disease. അപ്പോൾ ഇൻഹിബിറ്ററിയും എക്സൈറ്റേറ്ററിയും ആക്ടിവിറ്റിയുടെ ഇംബാലൻസ് ഓട്ടോമാറ്റിക്കലി എന്തിലോട്ട് ലീഡ് ചെയ്യുന്നു? പാർക്കിൻസൺസ് ഡിസീസിലോട്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഡോപ്പമിനർജിക് ന്യൂറോണിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ ടൈറോസിൻ വിച്ച് ഈസ് കൺവേർട്ടഡ് ടു ലിവോഡോപ്പ. ടൈറോസിൻ ലീവോഡോപ്പയായിട്ട് മാറുന്നു. ഈ ലീവോഡോപ്പ ഡീകാർബോക്സിലേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ എന്തായി മാറുന്നു? ഡോപ്പമിനായിട്ട് മാറുന്നു. ലീവോഡോപ്പ ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡീകാർബോക്സിലേസ് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. അതേസമയം ഡീകാർബോക്സിലേസ് എൻസൈമിന് പകരം അവിടെ കോംറ്റ് എൻസൈമാണ് ഉള്ളതെങ്കിൽ അത് 3-OMD ആയിട്ട് മാറുന്നു. എന്താണ് ഈ OMD? 3-O-methyl ഡോപ്പ.
അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഡോപ്പമിൻ പോസ്റ്റ് ന്യൂറോണിലെ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് നെക്സ്റ്റ് ആക്ഷൻസ് ഒക്കെ നടക്കുന്നു. അതേസമയം എക്സസൈഡ് ഡോപ്പമിൻ ഉണ്ടെങ്കിൽ അത് തിരിച്ച് പ്രീ ന്യൂറോണിൽ തന്നെ എൻ്റർ ആവുകയും മെറ്റബിളൈസ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ഡോപ്പമിനെ മെറ്റബിളൈസ് ചെയ്യുന്ന 2 എൻസൈംസ് ആണുള്ളത്. ഒന്ന് മാവോയും പിന്നെ വേറൊന്ന് കോംറ്റ്. അതിൽ മാവോ എൻസൈമിൽ തന്നെ മാവോ എയും ഉണ്ട്, മാവോ ബിയും ഉണ്ട്. പ്രൊഡോമിനൻ്റ്ലി ഇവിടെ മാവോ ബി ആണ് ഡോപ്പമിനെ മെറ്റബിളൈസ് ചെയ്യുന്നത്. മാവോ ബി ഡോപ്പമിനെ മെറ്റബിളൈസ് ചെയ്ത് DOPAC ആക്കിയും അതേപോലെ കോംറ്റ് എൻസൈം അതിനെ 3-MT ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് പൊതുവെ ഒരു ഡോപ്പമിനർജിക് ന്യൂറോണിൽ സംഭവിക്കുന്നത്. ഡോപ്പമിൻ സിന്തസൈസ് ചെയ്യുന്നതും എക്സസ് ഡോപ്പമിൻ എങ്ങനെ മെറ്റബിളൈസ് ചെയ്യുന്നതെന്നും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. Drugs used in Parkinson's disease include dopamine precursor, dopamine agonist, NMDA receptor antagonist, monoamino oxidase B inhibitors, catechol or methyl transferase inhibitors, centrally acting anticholinergic drugs, and antihistaminics. പാർക്കിൻസൺസ് ഡിസീസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 2 രീതിയിലാണ്. ഒന്ന് ഈ ഡോപ്പമിൻ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ കോളിനർജിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുക. That is, the main aim of the drug therapy in Parkinsonism is to either enhance the dopamine activity or to reduce the cholinergic activity in this trait. ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ നേരത്ത് അതൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡോപ്പമിൻ പ്രീകേഴ്സേഴ്സും ഡോപ്പമിൻ അഗോണിസ്റ്റ്, NMDA റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്, കാറ്റക്കോൾ ഓർ മീഥൈൽ ട്രാൻസ്ഫറേസ് ഇൻഹിബിറ്റേഴ്സ് ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിലാണ്? ഡ്രഗ്സ് ഇൻഫ്ലുവൻസിങ് ബ്രെയിൻ ഡോപ്പമിനർജിക് സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഇത്രയും ക്ലാസ്സസ്. അതേസമയം സെൻട്രലി ആക്ടിങ് ആൻറ്റികോളിനർജിക് ഡ്രഗ്സും ആൻറ്റിഹിസ്റ്റമിനിക്സും ആർ ദ ഡ്രഗ്സ് ദേ ആർ ഇൻഫ്ലുവൻസിങ് ദ ബ്രെയിൻ കോളിനർജിക് സിസ്റ്റം. ബ്രെയിൻ കോളിനർജിക് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഡ്രഗ്സിൽ വരുന്നതാണ് സെൻട്രലി ആക്ടിങ് ആൻറ്റികോളിനർജിക് ഡ്രഗ്സും ആൻറ്റിഹിസ്റ്റമിനിക്സും. ബ്രെയിൻ ഡോപ്പമിനർജിക് സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ച് ആദ്യം നോക്കാം. As the Parkinsonism is a progressive disorder, the dopamine synthesized by the neuron decreases by time. Hence, several drugs are developed to mimic the dopamine and directly stimulate dopamine receptor in brain. അതായത് പാർക്കിൻസോണിസം ഒരു പ്രോഗ്രസീവ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഡോപ്പമിൻ്റെ സിന്തസിസ് ടൈം ബൈ ടൈം കുറഞ്ഞുകൊണ്ട് വരുന്നു. ഓക്കെ, അതുകൊണ്ട് ഡോപ്പമിൻ മിമിക് ചെയ്യുന്ന പല ഡ്രഗ്സും മാർക്കറ്റിൽ അവൈലബിൾ ആകും. ആൻഡ് ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ദ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ. പിന്നെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ, ബ്രെയിനിലുള്ള ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സും അവൈലബിൾ ആണ്. ഡ്രഗ്സ് ഇൻഫ്ലുവൻസിങ് ബ്രെയിൻ കോളിനർജിക് സിസ്റ്റം. അപ്പോൾ അതിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെൻട്രലി ആക്ടിങ് ആൻറ്റികോളിനർജിക് ഡ്രഗ്സും ആൻറ്റിഹിസ്റ്റമിനിക്സും. അതിൽ നമ്മൾ അറിയേണ്ട കാര്യം, ആസ് ദ ലെവൽ ഓഫ് ദ ഡോപ്പമിൻ ഡിക്രീസ് അസിറ്റൈൽ കോളിൻ ഇൻക്രീസ്. ഡോപ്പമിൻ ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അസിറ്റൈൽ കോളിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, വിച്ച് കോസസ് ആക്ടിവേഷൻ ഓഫ് മസ്കാരനിക് റിസപ്റ്റേഴ്സ്. അസിറ്റൈൽ കോളിൻ്റെ ഇൻക്രീസ് എന്തിന് കാരണമാകുന്നു? മസ്കാരനിക് റിസപ്റ്റേഴ്സിൻ്റെ ആക്ടിവേഷന് കാരണമാകുന്നു. ദ ഓവർ ദ ആക്ടിവിറ്റി ഓഫ് മസ്കാരനിക് റിസപ്റ്റേഴ്സ് ലീഡ്സ് ടു ട്രെമർ ലൈക്ക് കണ്ടീഷൻസ് ഇൻ പാർക്കിൻസോണിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആക്റ്റീവ് ആകുമ്പോൾ ട്രെമർ ലൈക്ക് കണ്ടീഷൻസ് ഉണ്ടാകുന്നു. പാർക്കിൻസൺസിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് ട്രെമർ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആൻറ്റി മസ്കാരനിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. അതായത് മസ്കാരനിക് റിസപ്റ്റേഴ്സിൻ്റെ ആക്ടിവേഷൻ തടഞ്ഞുകൊണ്ട് പാർക്കിൻസൺസിൻ്റെ സിംറ്റം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻറ്റി മസ്കാരനിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. Hence, we use antimuscarinic drugs in these conditions, which block acetylcholine muscarinic receptors and cholinergic nerve activity. Acetylcholine muscarinic receptors ne block ചെയ്തുകൊണ്ട് cholinergic nerve activity block ചെയ്യുന്നു. With the help of these antimuscarinic agents, dopamine acetylcholine balance is maintained. ഓക്കെ, ഈ ആൻറ്റിമസ്കാരനിക് ഏജൻസിൻ്റെ സഹായത്തോടുകൂടി ഡോപ്പമിൻ അസിറ്റൈൽകോളിൻ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. These include benztropine, procyclidine, trihexyphenidyl, bipyridine, etc. These all about the drugs used in Parkinson's disease. ഇപ്പോൾ ഏകദേശം പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.